ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ദിവസം വീട്ടിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ ലക്ഷ്മി കടാക്ഷം ആ വീട്ടിലുണ്ടാകും. കാരണം ഈ പറയുന്ന ഒരു ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ചിലർക്ക് ഒരു തവണ ചെയ്തവർക്ക് തന്നെ ഗുണങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നിലധികം പ്രാവശ്യം നിങ്ങൾ ആ ദിവസം ഒന്ന് പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തവരുടെ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് വസ്ത്രങ്ങൾ ഈ ഒരു പ്രത്യേക ദിവസം വാങ്ങിക്കഴിഞ്ഞാൽ അതേത് ദിവസമാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു, ഈ വീട്ടിലേക്ക് അരിയെ പലവ്യഞ്ജനങ്ങള് ഇതൊക്കെ ഒരു പ്രത്യേക ദിവസം നമ്മൾ വീട്ടിലേക്ക് കയറ്റുകയാണെങ്കിൽ ധനധാന്യാദികൾ വർദ്ധിച്ചു വരുമെന്ന്. അങ്ങനെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഒരു ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ശുക്രന്റെ ഒരു സ്വാധീനമാണ്, മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണ്, ഐശ്വര്യത്തിന്റെ ഒരു പ്രതീകം തന്നെയാണ് വസ്ത്രം. ഈ വസ്ത്രം വാങ്ങുന്നതിനും ഒരു പ്രത്യേക ദിവസം പ്രത്യേക സമയത്ത് നിങ്ങളത് വാങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റിയാൽ തീർച്ചയായിട്ടും ലക്ഷ്മി കടാക്ഷം ആ വീട്ടിലുണ്ടാകും. ഇത് അനുഭവം ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നു. എന്നാൽ നമ്മൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക, ശരിയായിട്ട് ചെയ്തു നോക്കുക, പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്യുക, ശരിയായിട്ട് ചെയ്യുക. വീട്ടിൽ ആ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്നും അത്യാവശ്യമായിട്ട് മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അത് വീട്ടിൽ നിന്ന് മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്ന പോലെ ആകും. ലക്ഷ്മി വീട്ടിൽ വസിക്കത്തില്ല. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അത് ഞാൻ പറയുന്നുണ്ട്. അപ്പം വസ്ത്രം വാങ്ങേണ്ട ദിവസം, വാങ്ങേണ്ട സമയം, ആ സമയത്ത് വീട്ടിലേക്ക് വസ്ത്രം കയറ്റിയാൽ, പുതുവസ്ത്രം വാങ്ങിയാൽ വീട്ടിലേക്ക് കയറ്റിയാൽ ലക്ഷ്മി കടാക്ഷം വീട്ടിലുണ്ടാകും. പിന്നെ വീട്ടിൽ നിന്ന് അത്യാവശ്യമായിട്ട് മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. അത് മാറ്റിയില്ലെങ്കിൽ വീട്ടിലുള്ള മഹാലക്ഷ്മിയും കൂടെ പടി ഇറങ്ങിപ്പോകും. ഈ രണ്ട് കാര്യങ്ങളാണെന്ന് പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. കാരണം ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ്, ഒരുപാട് ആളുകൾക്ക് പ്രയോജനം കിട്ടിയ കാര്യമാണ്. അത് ഞാൻ തന്നെ എൻ്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്തു. ഒരുപാട് ആളുകളുടെ തലേവര ജീവിതം, അവരുടെ ജീവിത ദുരിതങ്ങൾ മാറ്റിയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്നാലാകുന്ന രീതിയിൽ വിശുദ്ധമായി, ലളിതമായി, പ്രാർത്ഥനയോടുകൂടി ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, ഗുരുപാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, ഗുരു എന്ന് പറഞ്ഞാൽ പരമശിവൻ തന്നെയാണ് കേട്ടോ, ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രയോജനം ശരിയായിട്ട് ചെയ്താൽ കിട്ടും. ആ പ്രാർത്ഥനയോടുകൂടി പറയുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും ഇപ്പോൾ പുതിയ വർക്കുകൾ എടുക്കുന്നില്ല. കാരണം വർക്കുകൾ പഴയത് തീർന്നിട്ടില്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നുമല്ല, ഞാൻ സമയം എടുത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു തൃപ്തി ആകുമ്പോഴേ നിർത്തത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വർക്കുകൾ പലതും തീർന്നിട്ടില്ല. അത് തീർന്നു കഴിഞ്ഞേ പുതിയ വർക്കുകൾ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് വാട്സപ്പിലും മാത്രം, വാട്സപ്പ് വഴിയേ ഉള്ളൂ. അതിപ്പോഴും ഉടനെ വാട്സപ്പിൽ വർക്കുകൾ എടുക്കുന്നില്ല. നേരിട്ട് പിന്നെ വന്നാലും നോക്കാൻ പറ്റത്തില്ല, ഇവരെ വിളിച്ചാലും കിട്ടത്തില്ല, എപ്പോഴും വർക്കിലായിരിക്കും. ഇനി വാട്സപ്പിൽ ഇപ്പോൾ ഒരാഴ്ചയായി വാട്സപ്പിൽ നോക്കുന്ന സമയത്ത് കാണുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ തരും. അത് ഈ പറ്റുന്ന വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. അത് ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകളും നല്ല കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളും ഒക്കെ ആയിരിക്കും പറയുന്നത്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ, ഒരുപാട് എടുക്കുന്നില്ല. ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അവലംബിക്കുന്ന രീതി. അപ്പോൾ വിഷയം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ട്, ആ നിലയിൽ പറഞ്ഞതാണ്, അങ്ങനെ മനസ്സിലാക്കുക. ഇനി വിഷയത്തിലേക്ക് വരിക. ഞാനീ പറയുന്ന കാര്യം നിങ്ങൾക്ക് വേറെ ആരും ഇതുപോലെ പറഞ്ഞു തരികയില്ല. അതുപോലെ ചില കാര്യങ്ങളാണ്. അത് ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് അല്ലെ 20 മിനിറ്റ് ആയിക്കോട്ടെ, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ അത് ശരിയായിട്ട് മനസ്സിലാക്കി അത് ചെയ്താൽ എന്നേക്കുമായ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. ഈ നാവ് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ചെയ്ത് ജീവിതം ഒരുപാട് മാറിയ എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ അനുഭവമായ കാര്യങ്ങളാണ് ശിവപാദത്തിൽ, ഗുരുപാദത്തിൽ സ്മരിച്ചുകൊണ്ട് തന്നെ
ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ശിവോഹം. അപ്പോഴേ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, അതിന് പറയുന്നത് വെളുത്ത പക്ഷ ഞായർ എന്നാണ്. കറുത്തവാവ് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. കലണ്ടർ എടുക്കുക, കലണ്ടറിൽ കറുത്തവാവ് എന്നാണെന്ന് നോക്കുക. കറുത്ത വട്ടം ഡേറ്റിന് താഴെ കാണും. അതിന്റെ ആ കറുത്ത വട്ടം കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച എടുക്കുക. സ്വയം ചെയ്യുക, ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച വൈകുന്ന പാട് 4:30-ക്കും 6 മണിക്കുമുള്ളിൽ നിങ്ങൾ വസ്ത്രം വാങ്ങി വീട്ടിലേക്ക് അത് കയറ്റുക. ഇത് നിങ്ങൾ ഇപ്പം ഓരോ മാസവും വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴോ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ചെയ്യാം. അത് അവനവൻ്റെ ഇഷ്ടം. ഓരോ മാസവും ഇപ്പോൾ ഒരു വസ്ത്രമെങ്കിലും, ഒരു ഷർട്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു സാരിയെങ്കിലും വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. അത് മാസത്തിൽ 1 വീതം ആവർത്തിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇതിൻ്റെ അകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം മാറ്റുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വലിയ വലിയ ഐഡിയാസോ വലിയ വലിയ കാര്യങ്ങളോ ചെയ്യുന്നതിൽ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം, അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ആ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പോൾ ഈ വസ്ത്രം, നല്ല ഒരു പുതുവസ്ത്രങ്ങൾ ഓരോ മാസവും ഈ പറഞ്ഞ ദിവസം, ഈ പറഞ്ഞ സമയം വാങ്ങി വീട്ടിലേക്ക് ആ സമയത്ത് കയറ്റുകയാണെങ്കിൽ ഞായറാഴ്ച വൈകുന്നപാട് 4-നും 6:30-ക്കും ഇടയ്ക്ക്, 4:30-ക്കും 6 മണിക്കും ഇടയ്ക്കാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ശരിയായിട്ടാണ്, രണ്ടാമത് പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോയി. ഒന്നുകൂടെ പറയാം. 4:30-ക്കും 6 മണിക്കുമുള്ളിൽ വസ്ത്രം വാങ്ങി വീട്ടിൽ കയറ്റുകയാണെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച വൈകുന്നപാട് 4:30-ക്കും 6 മണിക്കുമുള്ളിൽ വസ്ത്രം വാങ്ങി വീട്ടിലേക്ക് കയറ്റുകയാണെങ്കിൽ അത് മഹാലക്ഷ്മിയുടെ കടാക്ഷം ആ വീട്ടിൽ ഉണ്ടാകും. നിങ്ങൾക്ക് പുതിയ പുതിയ ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധിയൊക്കെ ഉണ്ടാകാൻ അത് ഉപകരിക്കും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിനകത്തും വലിയ കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം, ആ ഒരു സമയം അത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്ത ആളുകൾക്ക് പലർക്കും അത് ഗുണമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്. കാരണം അതിൽ ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ചെയ്യുമ്പോൾ പൂർണ്ണ സന്തോഷത്തോടു കൂടി വേണം ചെയ്യാൻ. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും, യാതൊരു സംശയവും വേണ്ട. ഇനിയും പറയുന്ന ഒരു കാര്യം, വീട്ടിൽ നിന്ന് നിർബന്ധമായിട്ടും മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. അത് മാറ്റിയില്ലെങ്കിൽ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം മാറുകയില്ല. മഹാലക്ഷ്മി വീട്ടിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ, മഹാലക്ഷ്മിയുടെ സ്ഥിരവാസം വീട്ടിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും നിർബന്ധമായിട്ടും മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് രണ്ടാമത് പറയുന്നത്. അത് ശ്രദ്ധിച്ചു കേട്ടോണം, മുഴുവൻ കേൾക്കണം. അതായത് പഴകിയ വസ്ത്രങ്ങൾ. അതിനകത്ത് കുറെ രഹസ്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിങ്ങൾ പുതിയ വസ്ത്രം ഉടുത്തുകൊണ്ട് പോകേണ്ട ഒരു ദിവസവും പറയുന്നുണ്ട്. മുഴുവൻ കേൾക്കണം. അറ്റവും മൂല്യം കേട്ടിട്ട് ഒന്നും ചെയ്യരുത്. എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും മുഴുവൻ കണ്ടിട്ട് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് ജീവിതം മാറ്റും, യാതൊരു സംശയവും വേണ്ട. അപ്പം പഴകിയ വസ്ത്രങ്ങൾ എല്ലാവരും ചിന്തിക്കും, ഇപ്പോൾ ഒരു വസ്ത്രം കുറേ അങ്ങ് ഉപയോഗിക്കാം, അതുകൊണ്ട് എന്താ കുറ്റം, നനച്ച് ഉപയോഗിച്ചാൽ പോരെ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കുറച്ച് ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മളത് മാറ്റണം. വീട്ടിൽ നിന്ന് മാറ്റണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് മാറ്റുക എന്ന് വെച്ചാൽ നിങ്ങളത് കത്തിച്ച് കളയുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. നിങ്ങളത് വീട്ടിൽ നിന്ന് മാറ്റി, ഒന്നുമില്ലെങ്കിൽ അത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളുണ്ട് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്ന, അവർക്ക് കൊടുക്കുക. അങ്ങനെ അശരണരായവർക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ കത്തിച്ചൊന്നും കളയരുത്. ആർക്കെങ്കിലും ഉപയോഗപ്രദമായ രീതിയിൽ അത് കൊടുക്കുക, വീട്ടിൽ നിന്ന് മാറ്റുക. ഇതിനകത്ത് ചില കാര്യമുണ്ട്. കാരണം ഈ പഴകിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിച്ച വസ്ത്രങ്ങൾ തന്നെ കുറച്ചുനാൾ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ നിന്ന് ദാരിദ്ര്യം മാറത്തില്ല. നമ്മുടെ മനസ്സിൽ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ നമ്മളുടെ മുന്നിലും നമ്മളുടെ ചുറ്റിലും ദാരിദ്ര്യം ഉണ്ടാകും. അതായത് എപ്പോഴും ഒരു മാറ്റം, ഒരു ചേഞ്ച്, പുതിയൊരു ചേഞ്ച് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഏറ്റവും പ്രധാനം നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം, അത് പുതിയ വസ്ത്രങ്ങൾ മാറ്റുക. പുതിയ വസ്ത്രങ്ങൾ കഴിവതും ഉപയോഗിക്കുക. അപ്പം നമുക്കത് നല്ലൊരു അനുഭവമാണ്, മനസ്സിന് പുതിയൊരു അനുഭവമാണ്, ഒരു ചേഞ്ചാണ്. ആ ചേഞ്ച്
നമ്മളുടെ ജീവിതത്തിൽ ആ സമൃദ്ധിയെ ആകർഷിക്കും. അതുകൊണ്ടാണ് പുതുവസ്ത്രം ഉടുത്തുകൊണ്ട് മലയാള മാസം 1-ാം തീയതി ക്ഷേത്ര ദർശനം ചെയ്യണമെന്ന് പറയുന്നൊരു കാര്യം. കാരണം അത് നിങ്ങൾക്ക് ഭദ്രകാളിയുടെയോ ശിവന്റെയോ കൃഷ്ണന്റെയോ ഏത് ദേവതയുടെ ക്ഷേത്ര ദർശനം ചെയ്യാം. അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല, ഇന്ന ദേവത ആയിരിക്കണോ നിർബന്ധമൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, അടുത്ത് കൃഷ്ണക്ഷേത്രം ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. ഏത് ക്ഷേത്രം ദർശനം ചെയ്താലും കുഴപ്പമില്ല. അപ്പം മലയാള മാസം 1-ാം തീയതി പുതിയ വസ്ത്രം ഉടുത്തുകൊണ്ട് ക്ഷേത്ര ദർശനം ചെയ്യുക കൂടി ചെയ്താൽ ജീവിതത്തിൽ എല്ലാവിധ സമൃദ്ധികളും ഉണ്ടായി വരും. കാരണം 1, വീട്ടിൽ നിന്ന് പഴയ വസ്ത്രങ്ങൾ മാറ്റണം. 2, മലയാള മാസം 1-ാം തീയതി ക്ഷേത്ര ദർശനം പുതുവസ്ത്രം ഉടുത്തുകൊണ്ട് ചെയ്യണം. 3-ാമത്തെ ആദ്യം പറഞ്ഞ കാര്യം, അതായത് വസ്ത്രം വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ ആ ദിവസം ആ മുഹൂർത്തത്തിൽ വാങ്ങി വീട്ടിലേക്ക് വസ്ത്രം കയറ്റുകയാണെങ്കിൽ അതൊരു സമൃദ്ധിയെ, ആ ലക്ഷ്മി കടാക്ഷത്തെ ഉണ്ടാക്കും, യാതൊരു സംശയം വേണ്ട. 1-ാം തീയതി ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ നമ്മൾ പുതുവസ്ത്രം ധരിക്കുന്നതിലെ കാര്യം, 1-ാം തീയതി എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ക്ഷേത്ര ദർശനത്തിന്റെ പ്രത്യേകത എന്താണ്? മലയാള മാസം 1-ാം തീയതി അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന്റെ പുതിയ ഒരു തുടക്കമാണ്. ഒരു പുതിയ തുടക്കം പുതുവസ്ത്രത്തോടുകൂടി ആ ഈശ്വര ചിന്തയോടുകൂടി ക്ഷേത്ര ദർശനമാകുമ്പോൾ ഈശ്വര ചിന്തയാകും ചെയ്താൽ നമുക്കതൊരു ആ മാസം മുഴുവൻ ഒരു നല്ല മനസ്സിന് നല്ലൊരു അനുഭവമായിരിക്കും. അത് മനസ്സിൽ സമൃദ്ധി ഉണ്ടാകുമ്പോൾ, മനസ്സിൽ ഈശ്വര ചിന്ത ഉണ്ടാകുമ്പോൾ, മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങളും ആകർഷിക്കുന്നത്. ആദ്യം മനസ്സിലാണ് ഉണ്ടാകേണ്ടത്. മനസ്സിൽ ദരിദ്രനായവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിൽ വിശ്വാസമില്ലാത്തവനെ ഒരു തരത്തിലും ഈശ്വരന് പോലും സഹായിക്കാൻ പറ്റത്തില്ല. മനസ്സിലാണ് എല്ലാം ഉണ്ടാകേണ്ടത്. അത് കഴിയുമ്പോഴേ വെളിയിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു മലയാള മാസം 1-ാം തീയതി ഒരു മാസത്തിന്റെ പുതിയ തുടക്കം പുതുവസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് പുതിയ ഒരു അനുഭവമാണ്. പുതിയ അനുഭവങ്ങളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എപ്പോഴും ആക്റ്റീവ് ആക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പുതിയ കാര്യങ്ങൾക്ക് പുറകെ പോകുവാനാണ് മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിങ്ങിലൂടെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഗെയിമിങ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം ഒരു ഗെയിമിങ് രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഗെയിം കളിക്കുന്ന രീതിയിലാണ് പല കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെ, അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിലാണ് ആളുകൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഗെയിമിങ്ങിന്റെ പ്രത്യേകത? ഗെയിം എന്ന് പറയുമ്പോൾ കളികളുടെ ഒരു രീതി. അപ്പം ഇപ്പം നമ്മളൊരു വസ്ത്രം ഓർഡർ ചെയ്താൽ പോലും അതൊരു ഗെയിമിങ് പോലുള്ള ഒരു രീതിയിലാണ് അവർ അതിന് ഇന്ന രീതിയിൽ ചെയ്താൽ ഇന്ന ഓഫർ കിട്ടും, ഇന്ന രീതിയിൽ നമ്മൾ ഓൺലൈനിൽ കയറുന്നു, ഇന്നത് ചെയ്യുന്നു, എല്ലാത്തിനും ഒരു ഓഫറ് കാര്യങ്ങളെ. അപ്പോൾ ഒരു ഗെയിമിങ്ങിന്റെ ഇതെല്ലാത്തിലും കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഗെയിമിങ് പല കാര്യങ്ങളിൽ നിന്ന് അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗെയിം എന്ന് പറഞ്ഞാൽ ഓരോ എന്റർടൈൻമെന്റുകൾ, കളികൾ, അത് ഓരോ എന്റർടൈൻമെന്റും പുതിയ അനുഭവം മനസ്സിന് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റിംഗ് ഫീൽഡിൽ ഏതൊരു കാര്യത്തിലാണേലും ഒരു ഗെയിമിംഗ് രീതി അഡോപ്റ്റ് ചെയ്യുന്നത്. ആളുകൾക്ക് വളരെ ഇഷ്ടമാണത്. ആ ബട്ടണെ പിടിച്ച് പ്രസ് ചെയ്യുന്നു, അപ്പം അത് വേറൊരു കാര്യം വരുന്നു, മറ്റൊരു കാര്യത്തെ പ്രസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം വരുന്നു, അപ്പം ഇന്ന ഇത് ചെയ്താൽ നിങ്ങൾക്ക് ലക്കോന്റെ ഓഫർ കിട്ടും. ഇങ്ങനെ ഒരു ഗെയിമിംഗ് പാറ്റേണിലാണ് എല്ലാ കാര്യങ്ങളും ഈ ആധുനിക മാർക്കറ്റിങ്ങിന്റെ കാലഘട്ടത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ അത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ കൂടുതൽ ഓൺലൈൻ വഴി സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു കാര്യം, അത് വിലക്കുറവുണ്ട്. അതോടൊപ്പം നമ്മൾ അത് ചെയ്യുന്ന രീതി നമ്മൾ ഇഷ്ടപ്പെടുന്നു. നമ്മൾ അതിൽ എൻ്റർ ചെയ്യുന്നു, നമുക്ക് വേണ്ട സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് വരുന്നു, നമുക്കത് ട്രാക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള പുതിയ പ്രോസസ്സിങ് വരുമ്പോൾ അതൊരു ഒരു നല്ല ഒരു പാറ്റേൺ ആണ്. ഒരു ഗെയിമിങ് പോലെയുള്ള പുതിയൊരു അനുഭവം നൽകുന്ന ഒരു പാറ്റേൺ ആണ് ആ മെത്തേഡ്. അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓൺലൈനിൽ കാര്യങ്ങൾ ഓർഡർ ചെയ്യാനും, നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അത് വീട്ടിലെ സാധനം വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ മെത്തേഡ് ഇതുപോലെ തന്നെയാണ്. പുതിയ അനുഭവങ്ങൾ എപ്പോഴും മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ മാറ്റും. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡ് പുതിയ അനുഭവങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ടാണ് പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ ക്ഷേത്രങ്ങൾ ദർശനം നടത്തണം. അതൊക്കെ പുതിയ ആത്മീയ അനുഭവം ഉണ്ടാകും.
ആ നമ്മൾ ഉണ്ടായ അനുഭവങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ മാറ്റം വരത്തില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അത് ഉണർത്തത്തില്ല. പുതിയ പുതിയ അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഉണർവുണ്ടാകുകയുള്ളൂ. അത് ജീവിതത്തിനെ ബാധിക്കും. എപ്പോഴും ഇപ്പം ഞാൻ തന്നെ ആണെങ്കിലും എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ആ പുതിയ പുതിയ കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിനെ ഉണർത്തുന്നത്. അത് ലോകത്തിലെ ഏത് ഭാഗത്തും ഇപ്പം പാമിസ്ട്രിയുടെ ആയിക്കോട്ടെ, അല്ലെ അസ്ട്രോളജിയുടെ ആയിക്കോട്ടെ, അല്ലെ യോഗയുടെ ആയിക്കോട്ടെ പുസ്തകം ഉണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ വഴി അത് വരുത്തി അത് പഠിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം പഠിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മൈൻഡ് ആക്റ്റീവ് ആകുന്നതും നമ്മളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളെ ആകർഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ പഴകിയ വസ്ത്രങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കരുത്. അത് ദാരിദ്ര്യത്തെ ഒരിക്കലും മാറ്റത്തില്ല, ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. പിന്നെ പഴകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതോടൊപ്പം അത് നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, അല്ലാതെ നശിപ്പിച്ച് കളയരുത്. ഉപയോഗിക്കുന്നവർ ആവശ്യമുള്ളവരുണ്ടാകും, അവർക്ക് കൊടുക്കുക. പിന്നെ പുതുവസ്ത്രങ്ങൾ എപ്പോഴും വാങ്ങാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ പൈസ പോകുന്നോന്നൊന്നും ചിന്തിക്കരുത്. പണം ഒരുപാടാകുന്നോ എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ പുതുവസ്ത്രങ്ങൾ എപ്പോഴും വാങ്ങാൻ ശ്രദ്ധിക്കുക. അതൊരു ഷർട്ടാണെങ്കിൽ ഷർട്ട്, ഒരു സാരി ആണെങ്കിൽ ഒരു സാരി സ്ത്രീകൾക്ക്. അപ്പം അത് വലിയ വില ആകുന്നില്ലേ പോലും പുതിയ അതുപോലെ തന്നെ എപ്പോഴും വില കുറഞ്ഞത് മാത്രം വാങ്ങുക എന്നുള്ള ടെൻഡൻസി അങ്ങ് മാറ്റണം. നമ്മൾ കുറച്ച് വിലയുള്ളതൊക്കെ ഇടയ്ക്ക് വാങ്ങണം. കാരണം എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിന് അപ്പോഴാണ് മനസ്സിലാകുന്നത് വില കൂടിയ കാര്യങ്ങളും വാങ്ങാനുള്ള കഴിവ് എനിക്കുണ്ട്. ആ ഒരു ചിന്ത വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ തന്നെ എബിലിറ്റി, മനസ്സിൻ്റെ ആ ഒരു കഴിവ് വർദ്ധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പുതിയ വസ്ത്രങ്ങൾ വാങ്ങണം. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ വാങ്ങിയാൽ മതി. മാസത്തിലൊന്ന് വാങ്ങുകയാണെങ്കിൽ നല്ലത്. പിന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിലൊക്കെ മലയാള മാസം 1-ാം തീയതി പോകണം. അതുപോലെ പുതിയ പുതിയ ക്ഷേത്രങ്ങളിൽ പോകണം, നിങ്ങൾ അതുവരെ പോകാത്ത. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വലിയ മാറ്റം വരത്തില്ല. നമ്മൾ പുതിയ പുതിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നേ വരെ എനിക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ് ക്രിയായോഗ. അത് ഗുരുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു. അതെനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അന്ന് വരെ ഞാൻ പഠിച്ച ശ്വസന രീതി നമ്മൾ മൂക്കിൽ കൂടെ എടുത്ത് ശ്വസിക്കുക എന്നുള്ള ക്രിയായോഗ വ്യത്യസ്തമാണ്. വായിൽ കൂടെയുള്ള പ്രത്യേക ഒരു ശ്വസന രീതിയാണ്. അപ്പോൾ അത് എന്നിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കി. അത് ഗുരുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു. അതെനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. കാരണം ആ ചക്രങ്ങളിലെ ധ്യാനിച്ചുള്ള ഒരു ശ്വസന രീതിയാണ്. ആ ചക്രങ്ങളെ ആക്റ്റീവ് ആക്കുന്ന ഒരു പ്രത്യേക രീതി. ഞാൻ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത, അന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത ആ ചക്രാസിനെ ആക്റ്റീവ് ആക്കുന്ന ഒരു പുതിയ ശ്വസന രീതി. അതിൻ്റെ അകത്ത് നാക്ക് ഒരു പ്രത്യേക രീതിയിൽ വയ്ക്കുന്നു, ശ്വാസം ഒരു പ്രത്യേക രീതിയിൽ എടുക്കുന്നു. അതൊരു ഗുരുവിൽ നിന്ന് തന്നെ സ്വീകരിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അപ്പം അങ്ങനെ പുതിയ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരത്തുള്ളൂ. അപ്പം നിങ്ങൾ വസ്ത്രം വാങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ദിവസം, ഞാൻ ഈ പറഞ്ഞ സമയത്ത് ഒന്ന് വാങ്ങി നോക്കുക. നിങ്ങളത് സന്തോഷത്തോടെ ചെയ്യുക. 2, വീട്ടിൽ പഴകിയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുക. അത് വലിയൊരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് വീട്ടിൽ നിന്ന് മാറ്റുക. എന്തായാലും ആർക്കെങ്കിലും ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുക, കത്തിച്ചൊന്നും കളയരുത്. ആർക്കെങ്കിലും പ്രയോജനമുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ അത് ഉപയോഗിക്കാൻ ആവശ്യമുള്ളവരുണ്ട്. 3, അമ്പലത്തിൽ പുതിയ വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ട് മലയാള മാസം 1-ാം തീയതി പോവുക. പുതിയ പുതിയ ക്ഷേത്രങ്ങളിൽ ദർശനം കൂടി നടത്തുക. ഇടയ്ക്ക് പുതിയ ക്ഷേത്രങ്ങൾ, അത് വലിയ മാറ്റം വരുന്നു കേട്ടോ, സംശയമില്ല. നിങ്ങൾ എഴുതി വെച്ചോ. പുതിയ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നത് വ്യത്യസ്തമായ ആത്മീയ അനുഭവം ഉണ്ടാവും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിച്ചിരിക്കും. ഒരു സംശയമില്ല, എഴുതി വെച്ചു. കൃത്യം കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്. അത് എപ്പോഴും ശ്രദ്ധിച്ചോളുക. കാരണം അവരുപയോഗിക്കുന്ന വസ്ത്രം അവരുടെ ആ ശരീരം, അല്ലെങ്കിൽ അവരുടെ ആ ഒരാൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം, അപ്പം അവരുടെ ആ ഒരു കഷ്ടകാലവും നല്ല കാലവും അവരുടെ പലതുമായിട്ടും അവരുപയോഗിക്കുന്ന ആ വസ്ത്രത്തിലും അതിലുമൊക്കെ ഒരു ബന്ധമുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്കും ആ പല കഷ്ടകാലങ്ങളും പല കാര്യങ്ങളും ഉണ്ടാകാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കണ്ടകശേരി പിടിച്ച് ഒരുത്തൻ്റെ വണ്ടിയുടെ പുറകെ കയറിയിരുന്നാൽ അവനൊരു അപകടം വരികയാണെങ്കിൽ കൂടെ ഉള്ളവനും കയ്യോ കാലോ ഒടിഞ്ഞ് അവനും ആ ഒരു അപകടം വരും. അതായത് ദോഷസമയം ഉള്ളവരോട് നമ്മൾ കൂടുതൽ സഹകരിച്ച് കഴിയുമ്പോൾ നമ്മൾക്കും ആ ഒരു ഇതിന് ദോഷവശം ഉണ്ടാകും. കാരണം അവന് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം ചിലപ്പോൾ നമുക്കും കിട്ടാം. അതുകൊണ്ട്
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ആരുപയോഗിച്ച എത്ര വലിയ വസ്ത്രമാണേലും നമ്മൾ ഉപയോഗിച്ച വസ്ത്രം കഴിവതും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്, അവർക്ക് കൊടുക്കുക. അവരങ്ങനെ ഈ പഴയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു രീതി, ഇപ്പം ചില വൃദ്ധസാധനങ്ങൾ, അവരൊക്കെ ഈ പഴയ വസ്ത്രങ്ങൾ അവർ അലക്കി ഉപയോഗിച്ചോളും. അങ്ങനെയുള്ളവർക്ക് അവർക്ക് ആ ഒരു രീതിയിലായിരിക്കും. അതൊന്നും അവർക്ക് വലിയ ഒരു പിന്നെ സ്വീകരിക്കുന്നവരുണ്ട്, അത്രയും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഈ പുതിയ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ എപ്പോഴും പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. എന്ന് കരുതി നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പൈസയ്ക്കും പോയി വസ്ത്രം മേടിക്കണമെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇടയ്ക്ക് മാസത്തിൽ ഒരു ഷർട്ടെങ്കിലും പുതിയത് മേടിക്കുക, അല്ലെ പുതുവസ്ത്രം വാങ്ങുക. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ 1-ാം തീയതി പോകുമ്പോൾ നമ്മുടെ ഇന്നറായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വരെ പുതിയത് വാങ്ങുക. നമ്മുടെ ഇന്നറായിട്ട് ഉപയോഗിക്കുന്നത് വരെ പുതിയത് വാങ്ങുക. അതിനകത്ത് കാര്യമുണ്ട്. അപ്പോഴാണ് ആ പുതുമ നമ്മളിലേക്ക് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ഷർട്ട്, ഒരു പാൻറ്, ഒരു മുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്നറായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാം ഒരു പുതിയ ഒരു ഇതുമാണ്. അതിനൊന്നും വലിയ വിലയാകത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ മലയാള മാസം 1-ാം തീയതിയിൽ ക്ഷേത്ര ദർശനം ചെയ്യുക, അതൊരു നല്ല മാറ്റമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ അല്പം വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. വല്ലപ്പോഴും മതി. കാരണം അതും ഒരു അനുഭവമാണ്, നമ്മുടെ മനസ്സിന് ഒരു തിരിച്ചറിവാണ്. ഇതുപോലെയുള്ള വില കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ്. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ അവിടെ ഈ പിന്നെ വഴിപാടുകളൊക്കെ ചെയ്യുന്നതോടൊപ്പം ഈ അവിടെ ഈ ആഹാരത്തിന് വേണ്ടി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഒരു പൈസയോ അല്ലെങ്കിൽ ആഹാരം മേടിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അതും വലിയൊരു കാര്യമാണ്. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതിന് മുമ്പ് ആർക്കെങ്കിലും അന്നദാനത്തിന് ഒരു ഇച്ചിരി പൈസയോ അല്ലെങ്കിൽ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടോ ചെയ്താൽ പെട്ടെന്ന് ഫലം കാണും. ഇനി അതല്ല, വഴിപാട് ചെയ്തിട്ടാണേലും മേടിച്ചു കൊടുത്താലും മതി. ഒന്നുകൂടി നല്ലത് വഴിപാടൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു അന്നദാനം നടത്തിയിട്ട് ആർക്കെങ്കിലും ആഹാരത്തിനൊരു അല്പം പൈസ അല്ലെങ്കിൽ ഒരു ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ട് ഒരു ക്ഷേത്ര ദർശനങ്ങൾ ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ കർമാസ് ന്യൂട്രലൈസ് ചെയ്യും. നിങ്ങൾക്ക് കർമ്മത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. കർമ്മരഹസ്യം എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ രഹസ്യം. ഭദ്രകാളിയുടെ അരക്കെട്ടിൽ കൈപ്പത്തികൾ കൊണ്ടുള്ള മാല നമ്മൾ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ രഹസ്യം എന്താണ്? നമ്മളുടെ കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ പ്രവൃത്തി എന്ന് ഉദ്ദേശിക്കുന്ന കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ ഭാവി. കർമ്മം തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എന്ത് കർമ്മമാണോ അതിനനുസരിച്ചാണ് നമ്മളുടെ ഭാവി. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ മുൻജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും തന്നെയാണ്. അപ്പോൾ ആ കർമ്മത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഭദ്രകാളിയുടെ രഹസ്യത്തിനകത്ത് ഒരു രഹസ്യം അതാണ്, കർമ്മരഹസ്യമാണ്. അപ്പോൾ ഈ കർമ്മത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുക, ജപം, ധ്യാനം, ദാനം, ഈ ഇത്തരം കാര്യങ്ങൾ, പ്രവൃത്തി, ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ കർമ്മദോഷം ഉണ്ട്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും, അതിനെ ലഘൂകരിക്കാൻ പറ്റും, അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ ഒരു പരിധി വരെ സാധിക്കും. പിന്നെ കുറച്ചൊക്കെ കർമ്മങ്ങൾ നമ്മൾ കർമ്മദോഷം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതായത് ദൃഢകർമ്മങ്ങളിൽ നിന്നും അദൃഢകർമ്മങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്ത കർമ്മദോഷങ്ങൾ കുറച്ചൊക്കെ നമ്മൾ അതിന്റെ ഫലങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഇനി നമ്മൾ അറിയാതെ ചെയ്ത തെറ്റുകൾക്ക് നമുക്ക് ജപം, ദാനം, പിന്നെ വഴിപാടുകൾ, ഇതുകൊണ്ടൊക്കെ കുറച്ച് പെട്ടെന്ന് മാറ്റങ്ങൾ വരും. പക്ഷെ നമ്മൾ തെറ്റാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത ആ കർമ്മങ്ങൾക്ക് കുറച്ചൊക്കെ അനുഭവിച്ച് തീർക്കാതിരിക്കാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. അനുഭവിച്ച് തീർന്ന ശേഷമാണ് പിന്നെ ജപം, ദാനം, വഴിപാട്, ഇതുകൊണ്ടൊക്കെ ഫലം കാണുന്നത്. ഇങ്ങനെ കുറെ കർമ്മരഹസ്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാം നല്ല കാര്യങ്ങളാണ്. നല്ലത് ചിന്തിക്കുക. ഇനിയെങ്കിലും ഇതൊക്കെ അറിയുന്ന നിമിഷം മുതൽ കഴിവതും തെറ്റുകൾ ചെയ്യാതിരിക്കുക, നല്ലത് ചിന്തിക്കുക. ഈ നമ്മുടെ കൈകൊണ്ട് മനസ്സുകൊണ്ടൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ ശുദ്ധീകരിക്കും, നമ്മളുടെ മുൻജന്മ കർമ്മദോഷങ്ങളെ മാറ്റും. പിന്നെ കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും, അത് കുറച്ചൊക്കെ നമുക്ക് എന്തായാലും അനുഭവിക്കേണ്ടി വരും. അതിനെ ആ നിലയിൽ കാണുക, പരിഹാരങ്ങൾ ചെയ്യുക. നമ്മൾ പരിഹാരങ്ങളിലൂടെ, ജപങ്ങളിലൂടെ, ധ്യാനങ്ങളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മളുടെ കർമ്മദോഷത്തെ ഒക്കെ ഒരു ലഘൂകരിക്കാൻ സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനം, നമ്മൾ ഗുരുചരണം ശരണം, ആ ഒരു ഗുരുവിന്റെ അനുഗ്രഹം. ഗുരു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സമാധി സ്ഥലങ്ങളുണ്ട്,
ഈ സിദ്ധന്മാര് ശൈവ സിദ്ധന്മാർ, ഇപ്പൊ ശിവപ്രഭാകര സിദ്ധയോഗി, പൂന്തുറ തക്കലസ്വാമി, വട്ടിസ്വാമി, പിന്നെ അങ്ങനെ ഒരുപാട്, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ മായി അമ്മ, ഇങ്ങനെയുള്ള അവധൂതന്മാരുടെയും അവധൂത അമ്മമാരുടെയും സമാധി സ്ഥലങ്ങളുണ്ട്. അവിടെ വ്യാഴാഴ്ച ദിവസങ്ങൾ പോയിരുന്ന് ധ്യാനിക്കുക, അവിടെ ഒരു നെയ്വിളക്ക് തെളിയിക്കുക, ഒരു ദക്ഷിണ അവിടെ സമർപ്പിക്കുക, മനസ്സുകൊണ്ട് സത്യസന്ധമായിട്ട് എൻ്റെ കർമ്മദോഷങ്ങൾ മാറ്റി എന്നെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകണമെന്ന് പ്രാർത്ഥിക്കുക. ചൊവ്വാഴ്ചകളിൽ ചെയ്യുക. കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ച ചെയ്യുക, കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച ചെയ്യുക. ഉറപ്പാണ് ജീവിതം മാറിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല, അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. കാരണം ഞാൻ ക്രിയായോഗ ചെയ്യുന്ന ആളാണ്, ശിവവിദ്യ ചെയ്യുന്ന ആളാണ്, ഞാൻ ഇതുപോലെ സമാധി സ്ഥലങ്ങളിൽ പോയി ധ്യാനിക്കുന്നതാണ്. എനിക്ക് ശിവാനുഭവങ്ങൾ, ഗുരുവിൻ്റെ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരാണ് എന്നെ ലീഡ് ചെയ്യുന്നത്. അതായത് ഗുരു എന്ന് പറഞ്ഞാൽ സമാധിയായ ആ ഗുരുക്കന്മാരാണ് കേട്ടോ, സത്യഗുരുക്കന്മാർ. അതായത് ആ സൂക്ഷ്മാവസ്ഥയിലുള്ള ആ ഗുരുക്കന്മാർ. അങ്ങനെയൊക്കെ പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, നല്ലത് മാത്രം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പം എല്ലാം ശരിയായിട്ട് മനസ്സിലാക്കുക, ശരിയായിട്ട് ചെയ്യുക. നമ്മൾ എന്തു ചെയ്യുന്നു അതാണ്, ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമ്മുടെ നാളത്തെ നമ്മുടെ ജീവിതം. ഇന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുക, ജീവിതം മാറ്റുക. കർമ്മമാണ് നിങ്ങളുടെ വിധി. ആ രഹസ്യം മനസ്സിലാക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. കർമ്മം എന്ന് വെച്ചാൽ പ്രവൃത്തി എന്നേ ഉള്ളൂ കേട്ടോ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം ശിവായ നമഃ. യനവശിമ മവയനശി ശിയനമവ വശിമയന. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. കൃഷ്ണൻ ക്രിയായോഗിയാണ്, ഭഗവാൻ മഹായോഗിയാണ്. കൃഷ്ണൻ, അത് ഭഗവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശ, അതായത് കാലദേശങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന, കാലവും ദേശവും ടൈമും ഒന്നും ബാധിക്കാത്ത, അങ്ങനെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ആ ബ്രഹ്മസ്വരൂപം തന്നെയായ അസ്പഷ്ടം സ്പഷ്ടമാത്രയാ, സ്പഷ്ടവുമാണ് അസ്പഷ്ടവുമാണ്, വ്യക്തവുമാണ് അവ്യക്തവുമാണ്, കാണുന്ന മാത്രമേ തന്നെ സർവപുരുഷാർത്ഥങ്ങളും നൽകുന്ന പരബ്രഹ്മം തന്നെയായ ബ്രഹ്മം തന്നെയായ കാലദേശങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന സ്പഷ്ടവും അസ്പഷ്ടവുമായ കാലദേശങ്ങളൊന്നും ബാധിക്കാത്ത ആ ഗുരുവായൂർ വസിക്കുന്ന ഭഗവാൻ പരബ്രഹ്മം ഗുരുവായൂരപ്പൻ ഹന്തഭാഗ്യം ജനാനാം, ഗുരുവായൂരുള്ളവരുടെ ഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാനാണ്. ധ്യായേ നിത്യം മഹേശ്വം രജതഗിരിനിഭം ചാരുചന്ദ്രാവതസ്വം രത്നകൽപോജ്വലാംഗം പരശുമൃഗ പരാഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമാന്തസ്തുതം അപരഗണേർ വ്യാഘ്രാകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ധ്യം നിഖിലഭൈകരം പഞ്ചവക്ത്രം ത്രിനേത്രം. ഇത് സദാശിവനെ കുറിച്ചുള്ള ധ്യാനമാണ്. സദാശിവൻ എല്ലാത്തിൻ്റെ അപ്പുറത്താണ്. ആദ്യ ശിവരൂപമാണ് സദാശിവൻ. സദാശിവനെ കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സദാശിവൻ, ശിവൻ എന്ന് വെച്ചാൽ മംഗളകാരി, സദാ എന്ന് വെച്ചാൽ എപ്പോഴും മംഗളങ്ങൾ, നന്മകൾ, നല്ല കാര്യങ്ങൾ, മംഗളങ്ങളും മാത്രം നൽകുന്നതാണ് സദാശിവൻ. ശിവൻ മംഗളകാരിയാണ്. അപ്പം ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതോടൊപ്പം ആരെ അറിഞ്ഞാലും ശിവനെ അറിയണം, അതുകൂടി പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, ഗുരുപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. ഓരോ അറിവും ഓരോരുത്തരിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ നല്ല പുലരികൾ ഉണ്ടാകട്ടെ, നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ, മനഃശുദ്ധിയും കർമ്മശുദ്ധിയും ഉണ്ടാകട്ടെ. ഈശ്വരൻ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരട്ടെ.
എല്ലാവരുടെയും എല്ലാ ദിവസങ്ങളും മനോഹരമാകട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ലോക സമസ്ത സുഖിനോ ഭവന്തു. അതുപോലെ തന്നെ സർവ്വതും നമ്മൾ ഏത് ശിവനെ വിളിച്ചാലും കൃഷ്ണനെ വിളിച്ചാലും ആരെ വിളിച്ചാലും ദേവിയെ വിളിച്ചിട്ടേ വിളിക്കാവുള്ളൂ. ആദ്യം ദേവിയെ സ്മരിക്കണം. ദേവി അമ്മയാണ്. അത് കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തിലെല്ലാം ഉള്ളൂ. ജപോ ജൽപ്പം ശില്പം സകലമൊവി മുദ്രാവിരചന ഗതി പ്രാതിക്ഷിണ്യ ക്രമണമശനാദ്യാഹൂതി വിധി പ്രണാമ സംവേശ സുഖമകലം ആത്മാർപ്പണ ദൃശ സ്വപര്യാസ്തവ ഭവതി ജന്മേ വിലസിതം. ജൽപ്പിക്കുന്നതെല്ലാം പറയുന്നതെല്ലാം അമ്മേ അവിടത്തേക്കുള്ള ജപങ്ങളായി തീരട്ടെ. കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളും എല്ലാ പ്രവർത്തികളും അവിടത്തേക്കുള്ള അഭയമുദ്രകളായി തീരട്ടെ. നടക്കുന്ന അവിടത്തേക്കുള്ള പ്രദർശനമായി തീരട്ടെ. കിടക്കുന്ന അവിടത്തേക്കുള്ള പ്രണാമമായി തീരട്ടെ. ഞാൻ ഭക്ഷിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും എല്ലാം അവിടുത്തെ യജ്ഞത്തിലേക്കുള്ള ഹവിസ്സുകളായി തീരട്ടെ, ആഹൂതികളായി തീരട്ടെ. ഞാൻ ചെയ്യുന്നതെല്ലാം അവിടുത്തെ പര്യായങ്ങളായി തീരട്ടെ എന്നുള്ള ഒരു സ്തുതിയാണത്. സർവ്വതും ദേവിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സ്തുതി സൗന്ദര്യലഹരിയിലാണ്. നിങ്ങൾ ഈ സ്തുതി ഒരു ദേവീ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം നടക്കുന്നൊന്ന് ചൊല്ലി നോക്കിക്കേ. നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉപ്പാംശമായിട്ട് വാഗുണ്ട്, മനസ്സിലല്ല, ഒന്ന് ചൊല്ലി നോക്കി. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതി വലിയ ശബ്ദത്തിലല്ല, ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് വെള്ളിയാഴ്ച നിങ്ങൾക്ക് കേൾക്കാവുന്ന മൃദുവായ ശബ്ദത്തിൽ നിങ്ങൾ ഉപ്പാംശമായിട്ട്, അതാണ് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഒന്ന് ചൊല്ലി നോക്കിക്കേ. ദേവിയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാവും. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒന്ന് ചൊല്ലി നോക്കിക്കേ. ഞാൻ ചൊല്ലാറുണ്ട്. അപ്പൊ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, നന്മയുടെ വഴികളാണ്. നന്മയിൽ നിന്നാണ് എപ്പോഴും നന്മ ഉണ്ടാകുന്നത്. നന്മയിൽ നിന്ന് എപ്പോഴും നന്മ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, തിന്മയിൽ നിന്ന് എപ്പോഴും തിന്മ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കോസ്മിക് ലോയാണ്. അപ്പം ആചാര്യന്മാരെ, മഹർഷീശ്വരന്മാരെ ഒക്കെ സനാതനമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന ഈശ്വരീയമായ കാര്യങ്ങൾ നന്മയുടെ കാര്യങ്ങളാണ്. അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോഴാണ് എന്നും നന്മകൾ ഉണ്ടായി വരുന്നത്. അവിടെയൊന്നും മോശമായ കാര്യങ്ങൾ ഉണ്ടാകുകയില്ല, നന്മകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം, ഈശ്വരീയമായ കാര്യങ്ങളാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഷോഡശ ആചാരങ്ങൾക്കകത്ത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് എല്ലാവരും അറിയേണ്ടതാണ് കാര്യങ്ങളാണ്. നമ്മൾ ഇപ്പം കുട്ടികളുടെ എഴുത്തിനിരുത്തുന്നു. അപ്പം പലരും ചിന്തിക്കും, ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു ആചാര്യൻ എഴുതിക്കുന്നു, ഇതുകൊണ്ട് തന്നെ ഇവൻ വലിയവനാകൂ എന്നൊക്കെ ചിന്തിക്കും, മനസ്സിലെങ്കിലും ചിന്തിക്കും. അതിൻ്റെ അകത്തെല്ലാം കാര്യമുണ്ട്. ഇപ്പം ഷോഡശ ആചാരങ്ങളിൽ ഒന്നാണ് എഴുത്തിനിരുത്തുക എന്നുള്ളത്. അതായത് നമ്മൾ ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തുന്ന എന്തിനു വേണ്ടിയാണ്? ആ ക്ഷേത്രത്തിനുള്ളിലും ക്ഷേത്രത്തിൽ നമ്മൾ ആ കുട്ടിയെ എഴുത്തിനിരുത്തുമ്പം അകവും പുറവും ഈശ്വര ചൈതന്യം തന്നെയാണ് ക്ഷേത്രത്തിലും നമ്മുടെ ഉള്ളിലും. നമ്മൾ അതിലാണ് ഇരിക്കുന്നത്. പിന്നെ ആചാര്യൻ അല്ലെങ്കിൽ ഗുരു ആ കുട്ടിക്ക് അരിയിൽ കൈകൊണ്ട് ഹരേ ശ്രീ ഗണപതായേ നമ അവിഘ്ന നമസ്തു എന്ന് എഴുതുമ്പോൾ ആചാര്യന്റെ അല്ലെങ്കിൽ ആ ഗുരുസ്ഥാനത്തിരിക്കുന്ന ആളുടെ ആത്മചൈതന്യത്തിന്റെ ഒരു അംശം കൂടിയാണ് ഈ കുട്ടിക്ക് അനുഗ്രഹിക്കുവാൻ കിട്ടുന്നത്. അതും ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ്. അവന്റെ ആദ്യത്തെ അറിവിന്റെ അനുഭവമാണ് ആ ക്ഷേത്ര സന്നിധിയിൽ വെച്ച്, ഈശ്വരീയമായ സന്നിധിയിൽ വെച്ച് ഒരു ഗുരുവിന്റെ അല്ലെങ്കിൽ ഒരു ആചാര്യന്റെ ആ ആത്മചൈതന്യത്തിന്റെ ഒരു അംശവും കൂടെ കിട്ടുമ്പോൾ അവന്റെ ആദ്യത്തെ അറിവിന്റെ അനുഭവമാണ്. അങ്ങനെ അറിവ് കിട്ടുന്ന ഒരു കുട്ടി അവൻ സമൂഹത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനും നല്ല ചിന്തയുള്ളവനും ഏറ്റവും ഒരു നല്ല വ്യക്തിയായിട്ട് തീരുമെന്നുള്ളത് സംശയമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആ നാമകരണം നമ്മളുടെ പൂർവികന്മാർ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. അതൊരു പ്രത്യേക ദിവസം പ്രത്യേക മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിനടയിൽ വെച്ച് ആചാര്യൻ പകർന്നു കൊടുക്കുകയാണ്. അതോടൊപ്പം ആചാര്യന്റെ ജ്ഞാനവും ആത്മചൈതന്യവും ഒക്കെ ആ കുട്ടിക്ക് പകർന്നു കൊടുക്കുകയാണ്. എത്ര മഹത്തരമാണെന്ന് ആലോചിച്ചു നോക്കൂ. അതുപോലെ ഈ വിവാഹം എന്ന് പറയുമ്പോൾ ഇപ്പം പല വീടുകളിലും നമ്മൾ ഒരു ദിവസം ഒരു വ്യക്തിയെ കണ്ടെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പം ആരുടെയെങ്കിലും കൂടെ പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എവിടെ പോയി, അതുപോലെ തന്നെ ഒരു ദിവസം കേൾക്കാം വന്നു എന്നും കേൾക്കാം, ആരുടെയോ കൂടെ പോയി പിറ്റേന്ന് എവിടുന്നോ വന്നു, ഇങ്ങനെയുള്ള ഒരു രീതികളൊക്കെ നമുക്ക് ഈ പലയിടത്തും നമ്മുടെ സമൂഹത്തിൽ തന്നെ കേൾക്കാം, പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല ശരിക്കും ജീവിതത്തിൽ ഒരു കെട്ടുറപ്പ് ഉണ്ടാകാൻ വേണ്ടി. അതായത് അച്ഛനും അമ്മയും അവർ ഒരു വിവാഹം നിശ്ചയിക്കുന്നു. അത് കുട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെ അവർ നല്ല, കുട്ടിക്ക് സമ്മതം ഇല്ലെങ്കിൽ ഒരിക്കലും അത് തീരുമാനിക്കരുത്. കുട്ടിയുടെ സമ്മതത്തോടു കൂടിയും അച്ഛനും അമ്മയും അവരുടെ അനുമതിയോടുകൂടി നല്ല രീതിയിലുള്ള ഒരു വിവാഹം നിശ്ചയിക്കുന്നു.
അതൊരു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തുന്നു. ആ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അച്ഛനും അമ്മയും മകളുടെ കൈ പിടിച്ചു കൊടുക്കുകയാണ് പൂർണ്ണ സമ്മതത്തോടെ. അതൊരു അനുഗ്രഹമാണ്. കാരണം ഒരു കുട്ടിയെ വളർത്തുന്നതിൽ ഒരമ്മ എന്തുമാത്രം ത്യാഗങ്ങൾ സഹിക്കുന്നു, അച്ഛൻ എന്തുമാത്രം ത്യാഗങ്ങൾ സഹിക്കുന്നു. മാതാപിതാവും കഴിഞ്ഞേ ഉള്ളൂ ഗുരുവും, അത് കഴിഞ്ഞേ ഉള്ളൂ ഈശ്വരനും. അപ്പൊ അവരുടെ അനുഗ്രഹത്തോടു കൂടി ഒരു പരിപാവനമായ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ആ ഒരു വിവാഹകർമ്മം നടക്കുമ്പം അത് ഏറ്റവും സുഹൃതമാണ്. അത് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. അങ്ങനെയുള്ള ജീവിതത്തിൽ അങ്ങനെ കല്യാണം കഴിക്കുന്ന അവർക്കുണ്ടാകുന്ന കുട്ടികളും ഏറ്റവും നന്മയുള്ളവരുമായി തീരുമെന്നുള്ളതാണ്. പിന്നെ വിവാഹം കഴിഞ്ഞു പെൺകുട്ടിയെ വീട്ടിലേക്ക് ആനയിച്ചു കയറ്റുന്നു. ചുമ്മാ കയ്യെ പിടിച്ചത് കയറ്റുകയല്ല, അഷ്ടമംഗലവും വിളക്കും വെച്ച് ദേവിയായിട്ട് കുലദേവതയായിട്ട് ചിന്തിച്ചാണ് വീട്ടിലേക്ക് കയറ്റുന്നത്. അത് എന്തുകൊണ്ടാണ്? പിന്നെ വീട്ടിലേക്ക് വരുന്ന ഈ പെൺകുട്ടിയാണ് ആ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്റെ ഇരിപ്പിടം. എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ പ്രവർത്തികൾ ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കും. കാരണം അവർക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നത് അച്ഛനെ കണ്ടല്ല അമ്മയെ കണ്ടാണ് കുട്ടികൾ വളരുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഒരു നല്ല രീതി നടക്കാത്ത ഒരു അച്ഛനോ അമ്മയോ കുട്ടിയോട് നന്മയെ ഉപദേശിച്ചാൽ അവൻ അതൊരിക്കലും അനുസരിക്കത്തില്ല. കാരണം അവൻ കാണുന്നത് അവൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പം നന്മയുള്ള അവർ ഐശ്വര്യമായ ഒരു ജീവിതം പുലർത്തുന്ന ഒരു അച്ഛനും അമ്മയും ആ ഈശ്വരചിന്തയോട് ജീവിതം പുലർത്തുന്ന അച്ഛനും അമ്മയ്ക്കും അങ്ങനെയുള്ള മക്കളായിരിക്കും ഉണ്ടാകുന്നതും, മക്കളും ആ രീതിയിലായിരിക്കും. അങ്ങനെയുള്ളിടത്തൊക്കെ നന്മകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ മോശം കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ആചാര്യന്മാർ ഷോഡശ ആചാരങ്ങൾ 16 ആചാരങ്ങൾ അത് വിഭാവനം ചെയ്ത് അതിനെക്കുറിച്ച് വളരെ 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 വ്യക്തമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. ഏറ്റവും നല്ല കാര്യമായതുകൊണ്ട് തന്നെ ഏറ്റവും കുറച്ചാളുകളാണ് അത് കണ്ടത്. കാരണം നല്ല കാര്യങ്ങൾ കാണുന്നതിൽ അത്ര താല്പര്യം ആർക്കും ഉണ്ടാകത്തില്ല. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബം തന്നെ മാറിപ്പോകും. അതുകൊണ്ടായിരിക്കും ഏറ്റവും കുറച്ച് ആളുകൾ കണ്ടത്. പക്ഷെ കണ്ട ചില ആളുകൾ അത് വളരെ നല്ല ചില അഭിപ്രായങ്ങൾ എന്നോട് പറഞ്ഞു. അത് വളരെ സന്തോഷം തോന്നി. കാരണം അത് ഒരുപാട് അതിൻ്റെ അകത്ത് സമയം ചെലവഴിച്ചാണ് അതിനെക്കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വന്നിരിക്കുന്നത്. കാരണം അതൊക്കെ കാണുന്ന ഒരു കുട്ടി ഒരിക്കലും അച്ഛനെയോ അമ്മയോ ഒരിക്കലും വിഷമിപ്പിക്കത്തില്ല. അതുപോലെ തന്നെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം ഒരു കുട്ടിയെ എഴുത്തിനിരുത്തുമ്പം അത് ക്ഷേത്രത്തിൽ കൊണ്ടിരുത്തുമ്പം അത് എന്തിനാണെന്ന് അറിയാം. ആ കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാകുന്നത്, റിസൾട്ട് ഉണ്ടാകുന്നത്. ഇതെല്ലാം എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ. എല്ലാം നല്ല കാര്യങ്ങളാണ്, നന്മയുടെ കാര്യങ്ങളാണ്, അറിയേണ്ട കാര്യങ്ങളാണ്, ജീവിതത്തിൽ പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇത് ഒരുപാട് പ്രയോജനങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകട്ടെ. ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഗുരുപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓം കൃഷ്ണായ നമ. ശിവോഹം ശിവോഹം ശിവോഹം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന വേദം ന യജ്ഞം ന കർമ്മം ന അകർമ്മം ന ജന്മം ന മൃത്യും ന മോക്ഷം. അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്തു ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. ജഗത് സർവം ശിവോഹം ശിവോഹം. The ultimate, the zenith power, ശിവോഹം. The zenith, the top power, ശിവോഹം ശിവോഹം ശിവോഹം. കാണുന്നതെല്ലാം ശിവൻ, കേൾക്കുന്നതെല്ലാം ശിവനല്ലാതെ യാതൊന്നുമില്ല എന്നുള്ള ശിവോഹം എന്ന ബോധം എന്ന് വെച്ച് മറ്റുള്ള ദേവതമാരെയും കൃഷ്ണനെ ഒന്നും വിളിക്കരുതെന്നും അതിനർത്ഥമില്ല കേട്ടോ. ശിവനും കൃഷ്ണനും വിഷ്ണുവും എല്ലാം ഒന്ന് തന്നെയാണ്. കൃഷ്ണനെ വിളിച്ചാലും ആ ഭഗവാനെ പൂർണ്ണമായിട്ടും വിളിക്കുക, ശിവനെ പൂർണ്ണമായിട്ടും വിളിക്കുന്ന സമയം ഏത് ഈശ്വരനാണേലും ആ ഈശ്വരനെ പൂർണ്ണമായിട്ടും വിളിക്കുക. ഭഗവാൻ കൃഷ്ണനും പരബ്രഹ്മം തന്നെയാണ്. എല്ലാ ഈശ്വരന്മാരും ശിവനും ഭദ്രകാളി എല്ലാം പരബ്രഹ്മം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് വിളിക്കാം, വിളിക്കുന്നവരെ ആത്മാർത്ഥമായിട്ട് വിളിക്കുക. എല്ലാവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.